ആണ് ഈ VC-മാർ ചെയ്ത തെറ്റ്? അല്ല, VC-മാർ ചെയ്ത തെറ്റ് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്നത് രാഷ്ട്ര വിഭജനത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. കഷ്ടം, നാണമില്ലടോ. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംഘടനകൾ നേരത്തെ VC ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VC-മാർ RSSന്റെ പരിപാടിയിൽ അതിൻ്റെ ഏറ്റവും സുപ്രീം നേതാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങോട്ട് തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വെമ്പൽ? ശ്രീ CK ഷാക്കിർ, അവർക്ക് നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ, അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞു മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെ അല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? അല്ല, ഈ മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ RSSന്റെ പാരമ്പര്യം അതാണോ? തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇവർ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾ നോക്കൂ, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഈ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ മുഴുവൻ സംഖ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ഇരുന്ന് കൈയടിച്ചു കൊടുക്കുന്ന നിലപാടല്ല ഈ 3 VC-മാർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ RSS വിരുദ്ധതയിൽ ഞങ്ങളാണ് മുന്നിലെന്ന് കാണിക്കുവാനുള്ള ഒരു കാര്യം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുകയുള്ളൂ. എന്ത് ഇടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും VC-മാർക്കെതിരെ? നല്ലത് എന്താ പറയണ്ടേ? അല്ല, നിയമപരമായി ഒരു പക്ഷെ അതിന് പരിമിതികളുണ്ട്. നോക്കൂ, ഒന്നാമത്തെ കാര്യം ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത് VC-മാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റും ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. പബ്ലിക്കായിട്ട് VC എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ പോലുമല്ല. അതായത് അവരെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവൃത്തിയുമായി അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു അബറേഷനാണ് എന്ന രീതിയിലത്തേക്ക് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതിലേക്കാണ് ഞാൻ വന്നത്. ശ്രീ ഷാക്കിർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അസത്യവും അവാസ്തവുമായിട്ടുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എങ്ങും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്? ഇപ്പൊ നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ദേ വെയർ എൻടൈറ്റിൽഡ് ടു ഡു വാട്ട് ദേ ഡിഡ്. ഇപ്പൊ എന്ത് നുണയും പറയുകയാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ എവിടെയോ നിരപരാധികളെ കൊല്ലുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രീതിയിലത്തേക്കും ഗവൺമെന്റ് സ്പോൺസർ ആയിട്ടുള്ള ഒരു ജനസൈഡ് ഒന്നും തന്നെ ഇന്ത്യയിൽ, മസാക്കറോ ജനസൈഡോ ഒന്നും തന്നെ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഗോൾവൽക്കറുടെ 2006, 1906 ജനിച്ചത്. 2006 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പറവൂരിൽ നടന്ന RSS ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പിണറായി വിജയൻ തന്നെ ആരോപിച്ചതുപോലെ അതിൽ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. RSSനെ അംഗീകരിക്കുന്നതിനോ RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ്, ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ VC-മാരും ജനങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളതാരാണ്? ശ്രീ VD സതീശനാണ്. VC-മാരും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടതാരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതാരാണ്? VD സതീശനല്ലേ? മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോണം.
തമ്പുരാനിവൻ എന്ത് വേണേലും ചെയ്തോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശ്രീ മുസ്തഫയാണെങ്കിലും ഷാക്കിർ ആണെങ്കിലും മറ്റെല്ലാവരും പറയുന്ന ആരോപണത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: അയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അയാൾ വരുന്ന പ്രസ്ഥാനവും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പോകണ്ട. അതെന്ത് തരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമാണ്? അത് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്ര പോലീസിംഗ് അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് എന്ന് വേണം അതിനെ വിളിക്കാൻ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇവിടെ ശ്രീജിത്ത് ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. അല്ല മഞ്ജുഷ, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെ മറുപടി. അദ്ദേഹത്തിന്റെ വക്താവ്, ഒരു മിനിറ്റ്, അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാൻ വി ഡി സതീശന്റെ വക്താവ്, ഒരു മിനിറ്റ് പറയാം, ഞാൻ വി ഡി സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല, അത് നടക്കുന്ന കാര്യമില്ല. ഭയങ്കരം തന്നെ. RSSന്റെ തലപ്പത്തുണ്ടായിരുന്ന MS ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2006 പറവൂരിലുള്ള ഒരു സ്കൂളിൽ ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങൾക്ക് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ചിത്രമടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് സതീശൻ മിണ്ടില്ല ഒരക്ഷരം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീ സതീശൻ മിണ്ടിയിട്ടില്ല. മറ്റെല്ലാ കാര്യത്തിനും കമന്നു കിടന്ന് ബംഗാളിൽ പോയി ബീഹാറിൽ പോയി ന്യായീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ചോദ്യത്തിന് മറുപടി പറയാമല്ലോ. ചോദ്യത്തിന് മറുപടി വേണ്ട. ശാക്കര മിണ്ടല്ലേ, ശാക്കര പറയട്ടെ. അപ്പോ അങ്ങനെയുള്ള വി ഡി സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി ആ മറുപടിയാണ്. ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് ഷാക്കറെ അതിനുള്ള മറുപടി ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഗോൾവൽക്കറുടെ കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. അല്ല, മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. അല്ല, മാത്രമല്ല TP സെൻകുമാർ അല്ല പറയട്ടെ, TP സെൻകുമാറിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി പറഞ്ഞു BJPയും CPM ചേർന്ന് പരാജയപ്പെടുത്തേണ്ട ആദ്യത്തെ ആള് വി ഡി സതീശനാണ്. അതായത് TP സെൻകുമാറിനെ പോലെയുള്ള സംഖ്യയായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർമ്മയുണ്ടാകും. CPM ഒന്നാമത്തെ ആളാണ് വി ഡി സതീശൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്. ആ ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷിന്, ഓർമ്മയില്ലേ മഞ്ജുഷ? അത് ഓർമ്മയില്ലേ? ബിജെപിക്കാരുടെ അജണ്ടയിൽ ഒന്നാമതായി BJP CPM ഡീലിൽ അല്ല. നിങ്ങൾക്ക് അതൊക്കെ തോന്നും പറയാൻ നിർത്തുമ്പോ നിങ്ങൾക്കത്. അതായത് വി ഡി സതീശൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ. ഇതാണ് ഷാക്കിറിന്റെ വാദം. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006 ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയിൽ വി ഡി സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർക്ക് പറഞ്ഞാൽ മതിയേ. കാരണം ഗോൾവൽക്കർ അന്നത്തേക്ക് ഇല്ല, പണ്ടായിരുന്നു. ഗോൾവൽക്കർ ഈ വിചാരധാര പുസ്തകം എഴുതിയിരിക്കുന്നത് പണ്ടായിരുന്നു. അന്നായിരുന്നു ഈ അദ്ദേഹം സർസംഘചാലകായിരുന്ന സമയത്തായിരുന്നു ഗാന്ധി വധം. അതിനുശേഷമാണ് RSS അത് നിരോധിച്ചത്. അതിനുശേഷം നിരോധനം നീക്കിയപ്പോഴും അദ്ദേഹമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തേക്ക് മാത്രമേ ആള് മാറുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 32 വർഷം അവിടെ ഇരുന്നത് ഗോൾവൽക്കറാണ്. അപ്പൊ 2006 2013 സതീശന് ഗോൾവൽക്കറെ അറിയാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞ ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. എന്നാ പിന്നെ ഞാനങ്ങട്